ഡിയർ ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമുക്ക് അടുത്ത ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ്. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. റിപ്പോർട്ടർ സ്പീച്ച് തന്നെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഈ റിപ്പോർട്ടർ സ്പീച്ച് നമുക്ക് ഒരാളുടെ വാക്ക് നമുക്ക് അയാളുടെ വാക്കിൽ തന്നെ പറയാം, ഡയറക്റ്റായിട്ട് അയാളുടെ വാക്കിൽ തന്നെ. അതേസമയം അയാൾ പറഞ്ഞത് വേറൊരാൾ കേട്ട് വേറൊരാൾ പറയുന്നത്, അതിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയാം. അത് മറ്റൊരാളുടെ വാക്കിലൂടെ ആയിരിക്കും. അതായത് സാധാരണ ഈ പ്രവൃത്തി ചെയ്യുന്നത് പേപ്പറുകാരാണ്, എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ്. മന്ത്രിയും മറ്റുള്ളവരും തമ്മിൽ പറയുന്ന കാര്യം പത്രക്കാരൻ കേട്ട് നാട്ടുകാരോട് പറയുന്ന രീതിയാണ് റിപ്പോർട്ടിംഗ്. അപ്പോൾ അത് നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. ഒന്ന്, അയാളുടെ ഡയറക്റ്റായിട്ടുള്ള വേർഡുകൾ കൊട്ടേഷൻ ഇട്ട് എഴുതാം. മന്ത്രി ഇങ്ങനെ പറഞ്ഞു, കൊട്ടേഷൻ ഇട്ട് രണ്ട് ഇൻവെർട്ടർ കോമ തിരിച്ചിടുക പോലെ രണ്ട് കോമസ് ഇട്ടിട്ട് നമുക്ക് അതിനെ കൊട്ടേഷനിൽ കടത്തിയിട്ട് പറയാം. അത് ഡയറക്റ്റ് സ്പീച്ചാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മന്ത്രി ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാറ്റി പറയാം. അപ്പോൾ രണ്ട് ഡയറക്റ്റായിട്ടും പറയാം, ഇൻഡയറക്റ്റായിട്ടും പറയാം. അതായത് ഒന്ന് അയാളുടെ ഡയറക്റ്റ് വേർഡുകളും മറ്റത് അയാളുടെ ഇൻഡയറക്റ്റ് വേർഡുകളുമാണ് സാധാരണ ഉപയോഗിക്കാറ്. വി ക്യാൻ റിപ്പോർട്ട് ദ വേർഡ്സ് ഓഫ് എ സ്പീക്കർ ഇൻ ടു വേസ്: ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പറയാം. ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ പറയാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും പറയാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ കൊട്ടേഷൻ വെച്ച് തരും. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് വെച്ചാൽ കൊട്ടേഷൻ മാറ്റി ഈ റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിനെയും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിനെയും കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കൺജങ്ഷൻ വേണം. അതിന് റിപ്പോർട്ടിംഗ് കൺജങ്ഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കൺജങ്ഷൻ സാധാരണ ഡാറ്റാണ് വരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ രണ്ട് തരത്തിൽ വാക്കുകൾ പറയാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ അതേ വാക്ക് പറയുന്നതിന് പകരം ആ വാക്കുകളെ നമ്മൾ വേറെ ആൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക 4 വാചകങ്ങളാണ്. നമുക്കറിയാം, ഇംഗ്ലീഷിലെ പദങ്ങളുടെ ക്രമവും സ്വഭാവവും അനുസരിച്ച് സെൻറ്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. ദേ ആർ അസർട്ടീവ്, ഇംപെരേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ there are of 2 types: yes or no question and wayward question. yes or no question എന്ന് പറഞ്ഞാൽ മോഡൽ ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് yes or no question എന്ന് പറയുന്നത്. എത്ര ഓക്സിലറി വെർബ് എത്രയാണെന്ന് പറഞ്ഞത്? 24 ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയകൾ 24. ഏതൊക്കെയാ? ബി രൂപങ്ങളായിട്ടുള്ള ഈസ്, എം, ആർ, വാസ്, വേർ. ഡു രൂപങ്ങളായുള്ള ഡു, ഡസ്, ഡിഡ്. ഹാവ് രൂപങ്ങളായുള്ള ഹാവ്, ഹാസ്, ഹാഡ്. ഇത് 13 പ്രൈമറി ഓക്സിലറി വെർബും. ഇനി 11 മോഡൽ ഓക്സിലറി വെർബ്: വില്ല്, ഷാല്, മേ, ക്യാൻ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. മസ്റ്റ്, ഡെയർ, നീഡ്, ഓർഡർ ടു, യൂസ്ഡ് ടു. അതായത് 5, 6, 11 പ്രൈമറി ഓക്സിലറി വെർബും 13 മോഡൽ ഓക്സിലറി വെർബും. ഈ ഓക്സിലറി വെർബുകൾ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉത്തരം യെസ് എന്നോ നോ എന്നോ ആയിരിക്കും. അതേസമയം അറ്റ് ദ സെയിം ടൈം വി ക്യാൻ മേക്ക് സെൻറ്റൻസ് ബൈ യൂസിങ് വേവേഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വേർ, വെൻ, വിച്ച്, വാട്ട്, ഹൂ, ഹൂസ്, ഹും, ഹൗ. സച്ച് വേർഡ്സ് ആർ നോൺ ആസ് വേവേഡ്സ്. വേവേഡ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഹൗ വേവേഡിൽ പെട്ടതല്ലെങ്കിലും WH തുടങ്ങുന്നതല്ലെങ്കിൽ അതിനെ വേവേഡ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. ഈ തരം 5 വാചകങ്ങളെയാണ് സാധാരണ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന വാചകമാണ് ആദ്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു,
റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കി എഴുതുമ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ടാകും. ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സാധാരണ വാചകം, അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും പറയാം. ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് നോ, ടോൾഡ് നോ ഒക്കെയായി മാറും. രാമ സെഡ് ദാറ്റ്. അതിന് റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിനെ, കൊട്ടേഷൻ കിടക്കുന്ന റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിനെ റിപ്പോർട്ടിംഗ് വെർബിനോടുകൂടി കണക്ട് ചെയ്യാൻ നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. അപ്പോൾ ദാറ്റ് 2 ക്ലോസുകൾ കൂടണമെങ്കിൽ കൺജങ്ഷൻ വേണമല്ലോ, അല്ലാണ്ട് പറ്റില്ല. 2 വടി കഷ്ണം ഒത്തുചേരണമെങ്കിൽ ഒന്നുകിൽ ഒരു പശ വയ്ക്കണം, അല്ലെങ്കിൽ ഒരു നൂല് വെച്ച് കെട്ടണം. അതാണ് ആ കൺജങ്ഷൻ. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിനെയും കൂടി കൂട്ടാൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ വേണ്ടത് ദാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് പശയാണോ ഏത് മരമാണോ അതിനനുസരിച്ച് നല്ല പശ വാങ്ങി ഒട്ടിക്കുന്നു പറഞ്ഞ പോലെ നല്ല കൺജങ്ഷൻ ആയിട്ടുള്ള ദാറ്റ് എന്നുള്ളത് കൺജങ്ഷൻ വയ്ക്കും. ദാറ്റ് ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണെന്ന് നമുക്കറിയാം. കാരണം ദാറ്റിന് ശേഷം വരുന്ന ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. റിപ്പോർട്ടിംഗ് വെർബിന് മുമ്പുള്ള ക്ലോസ് റിപ്പോർട്ടിംഗ് വെർബും അതിനോട് ചേർത്തുള്ള ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ക്ലോസ് ആയിരിക്കും. അപ്പോൾ രാമ സെഡ് കോമ കൊട്ടേഷൻ ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ. ഐ ആം കമ്മിങ് ഫ്രം തൃശ്ശൂർ. അപ്പോൾ രാമ സെഡ് കോമ, ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചർ അവൻ്റെ വാക്കാണ്. അത് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ എന്താക്കും? രാമൻ പറഞ്ഞു എന്തെന്നാൽ അവൻ തൃശ്ശൂരിൽ നിന്നും വരികയായിരുന്നു എന്ന്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രത്യേകമായ ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ടെൻസിലാണോ കാണുന്നത്, റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസ് ഏത് ടെൻസിലാണോ ഉള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്ന് നിർബന്ധമാണ്. അങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും പാസ്റ്റ് ടെൻസ് ആയിട്ട് എഴുതിയാൽ മതി. എന്നാൽ ചില അവസരങ്ങളിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എഴുതേണ്ടതായിട്ട് വരും. പ്രസൻറ്റ് പെർഫെക്റ്റ് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലുള്ളത് പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ കിടക്കാം. ചിലപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയാലേ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് യോജിക്കുള്ളൂ, ആ ക്ലോസ് അങ്ങോട്ട് ശരിയായി വരുള്ളൂ. അപ്പോൾ ചില അവസരങ്ങൾ അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക സ്റ്റേറ്റ്മെൻറ്റിനെ, പിന്നെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ കൽപ്പന, ആജ്ഞ, അപേക്ഷ, പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ റിപ്പോർട്ടായിട്ട് വരും, പിന്നെ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളതെല്ലാം കേൾക്കുക, എന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബോർഡിലേക്കൊന്ന് നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. We can report the words of a person, of a speaker in 2 ways. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഡയറക്റ്റ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന അതേ വാക്ക് കൊട്ടേഷനിൽ കാണാം. ഇൻഡയറക്റ്റ് ആകുമ്പോൾ അയാളുടെ വാക്ക് മറ്റൊരാൾ പറയുന്നതാണ്, മറ്റൊരാളോട് പറയുന്നതാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെർബ് സേ എന്നുള്ളത് ടെൽ എന്നൊക്കെയാണ് വരിക. ഡിക്ലെയർ, സ്റ്റേറ്റ്, അസെറ്റ് എന്നുള്ളതൊക്കെ എന്തായിരിക്കും? സെഡ് ദാറ്റ്, told that, declared that, stated that. ഇപ്പോൾ രാമ said that, രാമ told that, രാമ declared that, രാമ stated that, രാമ asserted, ഇങ്ങനെയൊക്കെ വരാം. അതേസമയം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആയിട്ടുള്ള കമാൻഡ്, റിക്വസ്റ്റോടെ ഓർഡർ ആകുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബ് രാമ ഓർഡേഡ്, കമാൻഡഡ്, റിക്വസ്റ്റഡ്, രാമ പ്രേഡ്, രാമ ബെഗ്ഡ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഇതിലെ ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസിലെ കൊട്ടേഷനുള്ള വാചകത്തിലെ വെർബ് ടു ഇൻഫിനിറ്റീവ് ആയി മാറുന്നതാണ്. കൊട്ടേഷനുള്ള വാചകത്തിലെ വെർബ് ടു ഇൻഫിനിറ്റീവ് ആയി മാറും. ഇനി എക്സ്ക്ലമേഷൻസിൽ എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് അവർ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലെയിമഡ് ആക്കണം, വണ്ടേഡ് ആക്കാം, ക്രൈഡ് എന്നോ ഷൗട്ടഡ് എന്നോ ആക്കാം. കാരണം ഇറ്റ് ഗീവ്സ് അസ് എ സഡൻ ഫീലിംഗ് ഓർ എക്സ്പ്രഷൻ. എക്സ്ക്ലമേഷൻ അങ്ങനെയുള്ളൂ, സഡൻ ഫീലിംഗ് ഓർ എക്സ്പ്രഷൻ ഉണ്ടാക്കുക. ഐ വണ്ടേഡ്, ഹി എക്സ്ക്ലെയിംഡ് ദാറ്റ്. ആശ്ചര്യവാചകത്തിൽ എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡോ, വണ്ടേഡോ, ക്രൈഡോ, ഷൗട്ടഡോ വരണം. ഇതൊന്ന് നല്ലപോലെ മനസ്സിലെടുത്ത് അടുത്ത ദിവസം തൊട്ട് ഞാൻ എക്സാമ്പിളുകളാണ് എഴുതാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയും വിയും ആൻഡ് സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യുവും എന്തായി മാറും? വിൽ ബി ചേഞ്ച് ടു തേർഡ് പേഴ്സൺ. ഈ, ഷീ, ഇറ്റ്, ദേ എന്നായി മാറും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ വിൽ ബി ചേഞ്ച് ഇൻ ടു തേർഡ് പേഴ്സൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഇനി ഇത് അതർ ചേഞ്ചസ്. ദിസ് എന്നുള്ള വാക്ക് ദാറ്റ് ആവും, ഹിയർ ദർ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും,
tonight, that night, tomorrow, the next day or the following day എന്നാവും. മറക്കരുത്, ഇന്ന് തന്നെ ഇത് പഠിച്ചു വെക്കുക. എന്നാലും നമുക്ക് നാളത്തെ അടുത്ത ക്ലാസ്സോട് റിപ്പോർട്ടിംഗ് സ്പീച്ച് ശരിക്കും പഠിക്കാൻ പറ്റും. ലാസ്റ്റ് നൈറ്റ്, ഫോളോയിങ് നൈറ്റ്, ലാസ്റ്റ് നൈറ്റ് എന്നാക്കാം, ഓർ ദ പ്രീവിയസ് നൈറ്റ് എന്നാക്കാം. യെസ്റ്റർഡേ നൈറ്റ്, സോറി, tonight എന്നുള്ള that night, tomorrow the next day, tomorrow the next day, or the following day, ലാസ്റ്റ് ഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്നായി മാറും. ലാസ്റ്റ് ഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്നായി മാറും. നൈറ്റ്, ലാസ്റ്റ് നൈറ്റ് പ്രീവിയസ് നൈറ്റ് എന്നായി മാറും. ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ്. ദീസ് ദോസ് ആവും, എഗോ ബിഫോർ ആവും, നൗ ദെൻ ആവും. ഇനിയോ ഇൻ റിപ്പോർട്ട് സ്പീച്ച് ഓൾമോസ്റ്റ് ഓൾ പ്രസന്റ് ടെൻസസ് ചേഞ്ച് ഇൻ ടു ഇറ്റ്സ് പാസ്റ്റ് ഫോം. മിക്കവാറും പ്രസന്റ് ടെൻസുകളെല്ലാം പാസ്റ്റ് ഫോമായി മാറും. പാസ്റ്റ് ഫോം റിമെയിൻസ് പാസ്റ്റ്, ചിലപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് പോകും. കൊട്ടേഷനുള്ള വാചകത്തിലെ വെർബ് പാസ്റ്റ് ആയി കിടക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് തന്നെയായിട്ട് റിമെയിൻ ചെയ്തോട്ടെ. ഇൻഡയറക്റ്റ് സ്പീച്ചിലും റിപ്പോർട്ടർ സ്പീച്ചിലും ചിലപ്പോൾ ആ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറാൻ ഇടയുണ്ട്. അതേസമയം ഈ പറയുന്ന നിയമം നേച്ചുറൽ ട്രൂത്ത്സിന് ബാധകമല്ല. യൂണിവേഴ്സൽ ട്രൂത്ത്, നേച്ചുറൽ ട്രൂത്ത്, ഡെയിലി ആയിട്ട് ഇപ്പം യൂണിവേഴ്സൽ ട്രൂത്താണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. രാമ സെഡ് ദാറ്റ്, സെഡ് എന്ന് കണ്ട കാരണം കൊട്ടേഷനിലെ വെർബ് പാസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് റോസ്, സൂര്യൻ കിഴക്കുദിച്ചു. ഇന്ന് നാളെ പടിഞ്ഞാറ്, അങ്ങനെയല്ലല്ലോ. എപ്പോഴും പാസ്റ്റ്, എപ്പോഴും യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് ഒരു മാറ്റമില്ല. The earth turns on its the earth moves around, the earth moves around. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, അത് യൂണിവേഴ്സൽ ട്രൂത്താണ്, അതിന് മാറ്റമില്ല. അതുകൊണ്ട് അത് കിഴക്കുദിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ കൊട്ടേഷനിലെ പ്രസൻസ് കാണുന്നതിനെ പാസ്റ്റ് ടെൻസ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ വാചകത്തിലും റിപ്പോർട്ട് ചെയ്തതിന് 4 എക്സാമ്പിളുകൾ നൽകുന്നതാണ്. ഇന്ന് എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കൂടുതൽ ക്ലാസ് ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.